ജയിലിനുള്ളിലാണെങ്കിലും പത്മകുമാറിനെ ചൊടിപ്പിച്ചാൽ പ്രമുഖർ അതേ ജയിലിലേക്ക് പോകുമെന്ന് വളരെ വ്യക്തമായ മെസ്സേജ് ലഭിച്ചിരിക്കുകയാണ് CPM നേതൃത്വത്തിന്. അതുകൊണ്ട് ആ പത്മകുമാറിൻ്റെ അറസ്റ്റിൽ ഒച്ചയാകാതെ വർത്തമാനം പറഞ്ഞിരിക്കുകയാണ് MV ഗോവിന്ദൻ. അതായത് അവസാനം ഗത്യന്തരമില്ലാതെ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ CPMൻ്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ പോയി നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി. പാർട്ടി വിശ്വസിച്ചൊരു ചുമതല ഏൽപ്പിച്ചവർ തന്നെ പാർട്ടിയോട് നീതി പുലർത്തിയില്ല എന്ന് മാത്രമാണ് ഗോവിന്ദൻ അവിടെ വെച്ച് പറഞ്ഞത്. അല്ലെങ്കിൽ പത്മകുമാറിനെ പുറത്താക്കുന്നുവെന്നോ അല്ലെങ്കിൽ പത്മകുമാറിനെതിരെ നടപടി സ്വീകരിക്കുന്നുവെന്നോ ഒരു വാക്കുപോലും ഉച്ചരിച്ചില്ല. പത്മകുമാർ എന്തോ വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല, അത് മാധ്യമങ്ങളും പൊതുജനങ്ങളും ഉണ്ടാക്കുന്നത് മാത്രമാണ് എന്ന് പറഞ്ഞു വച്ചിരിക്കുകയാണ് MV ഗോവിന്ദൻ. N വാസു ഒരു ഉദ്യോഗസ്ഥനായിരുന്നു, എന്നാൽ പത്മകുമാർ അങ്ങനെയായിരുന്നില്ല. ഇനി കുറ്റപത്രം സമർപ്പിച്ച ശേഷം അദ്ദേഹം ഒരു CPMൻ്റെ നേതാവാണ്. പത്മകുമാർ ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്തിട്ടല്ല ജയിലിൽ കിടക്കുന്നത്, അയ്യപ്പൻ്റെ സ്വർണം മോഷ്ടിച്ച കേസിലാണ്. എന്നിട്ടും പാർട്ടി ഒരു നടപടിയും എടുക്കുന്നില്ല. കുറ്റപത്രം വരട്ടെ, ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് ഗോവിന്ദൻ ജില്ലാ കമ്മിറ്റിയിൽ വ്യക്തമാക്കുകയും അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. കുറ്റപത്രം എഴുതുമ്പോൾ അതിലെന്തെങ്കിലും തിരുത്തൽ നടത്താൻ കഴിയുമോ എന്നുള്ളതാണ് പൊതുജനങ്ങളുടെ ഇപ്പോഴുള്ള സംശയം. ഏതായാലും ശബരിമല സ്വർണം മോഷണ കേസിൽ അറസ്റ്റിലായ പത്മകുമാറിനെതിരായ CPMൻ്റെ നടപടി അത് ഇപ്പോഴൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. വിശ്വസിച്ച് ചുമതലയേൽപ്പിച്ചവർ വഞ്ചിച്ചു എന്ന് പറയുമ്പോഴും നടപടിക്ക് കുറ്റപത്രം വരുന്നത് വരെ കാക്കാനാണ് നേതൃത്വത്തിൻ്റെ തീരുമാനം. നമ്മൾ പലവട്ടം പറഞ്ഞതാണ്, രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ കേസടക്കം ചെറിയൊരു പത്രവാർത്ത വരുമ്പോഴേക്കും വലിയ തരത്തിലുള്ള നടപടിയിലേക്ക് കടക്കണം എന്ന് പറഞ്ഞ് സമരം ചെയ്യുന്നവർ ഈ വിഷയത്തിൽ കുറ്റപത്രം വരാൻ വേണ്ടി കാത്തു നിൽക്കുന്നത് ഒരു വിരോധാഭാസം എന്ന് തന്നെ പറയേണ്ടി വരും. സ്വർണ്ണമോഷണ കേസിൽ റിമാൻഡിലായിട്ടും CPM പത്മകുമാറിനെ ഇങ്ങനെ സംരക്ഷിക്കുകയാണ് എന്ന് പ്രതിപക്ഷം പറയുന്നതിൽ ഒരു തെറ്റുമില്ല. മുൻ MLA ആണ്, CPMൻ്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ്. അങ്ങനെയിരിക്കെ ഒരു മോഷണ കേസിൽ അറസ്റ്റിലാകുമ്പോൾ ചെറിയൊരു നടപടിയെങ്കിലും പാർട്ടി പ്രവർത്തകർ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ടാകും. അത് ചെയ്തില്ല എന്ന് പറയുമ്പോൾ തീർത്തും അദ്ദേഹത്തെ ഭയക്കുന്നു എന്നുള്ളത് സത്യമാണ്. ശബരിമല മോഷണ കേസിൽ അന്വേഷണ സംഘം ഒന്നിനു പിറകെ ഒന്നായി പാർട്ടി നേതാക്കളിലേക്ക് തന്നെ എത്തുന്നത് CPMന് തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ പ്രതിരോധത്തിലാകുകയാണ്. അതേസമയം തിടുക്കപ്പെട്ട നടപടി ഗുണം ചെയ്യില്ല എന്ന് പാർട്ടി സംസ്ഥാന നേതൃത്വം തന്നെ നിലപാട് എടുക്കുന്നത് പാർട്ടിയിലെ ഉന്നതർ പത്മകുമാറിനെ ഉപയോഗിച്ച് ഈ മോഷണത്തിൽ പങ്കാളികളായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാകുന്നത് കൊണ്ടാണ്. അപ്പോൾ പ്രവർത്തകർ തെറ്റ് ചെയ്തവർക്കെതിരെ നടപടിയെടുക്കണം എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ നേതൃത്വം അതിന് തയ്യാറാകാത്തത് നേതൃത്വത്തിൻ്റെ മടിയിൽ കനമുള്ളത് കൊണ്ട് എന്ന് ഇന്ന് വ്യക്തമായിരിക്കുകയാണ്. വാസുവിനെ എതിർക്കാൻ CPM നേതൃത്വത്തിന് കഴിയുന്നില്ല, അതുപോലെ തന്നെ പത്മകുമാറിനെ എതിർക്കാനും കഴിയുന്നില്ല. വാസുവാണ് പിണറായി വിജയന് അല്പമെങ്കിലും ദയ കാണിക്കുന്നത്. ഇപ്പോൾ പത്മകുമാറിനെതിരെ വലിയ രീതിയിൽ പ്രതിഷേധം CPM നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഉയരുന്നുണ്ടെങ്കിലും അദ്ദേഹം തിരിച്ചാക്രമിക്കുമെന്നുള്ളൊരു ഭയം അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാതിരിക്കാൻ CPMനെ പ്രേരിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ വാസുവിനെ സംരക്ഷിക്കാനും പിണറായി വിജയൻ അടക്കമുള്ളവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഏതായാലും ഇത്രയും വലിയ കൊള്ള നടത്തി ജയിലിലാകുകയും ചെയ്ത നേതാക്കന്മാർക്കെതിരെ നടപടിയെടുക്കാൻ കഴിയാതെ CPM ഇങ്ങനെ പ്രതിരോധത്തിൽ ആകുന്നത് ചരിത്രത്തിൽ തന്നെ ആദ്യമായിരിക്കും.